മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. മെത്രാഭിഷേക ശുശ്രൂഷ നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ നിയുക്ത സഹായ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട മോൺസിഞ്ഞോ ഡോക്ടർ യൂഹാനോൻ കുറ്റിയിൽ റമ്പാന്റെയും യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട മോൺസിഞ്ഞോ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ റമ്പാന്റെയും മെത്രാഭിഷേക ശുശ്രൂഷ 2025 നവംബർ 22 രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് മേജർ ആർക്കിയപാർക്കിയൽ കത്തീഡ്രൽ വെച്ച് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയിലെ മറ്റു പിതാക്കന്മാർ സഹകാർമ്മികരായിരുന്നു. കൂടാതെ സഹോദരി സഭകളിലെ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും അൽമായരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും ശുശ്രൂഷയിൽ സംബന്ധിച്ചു. തുടർന്ന് മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ കൂടിയ പൊതുസമ്മേളനത്തിൽ മലങ്കര മാർത്തോമ മെത്രാപ്പോലീത്ത അഭിമന്യ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ ദിവസത്തെ ഇപ്രകാരം ദൈവീകവും ഹൃദ്യവും കൂട്ടായ്മയുടെ നിറവിലുമാക്കി തീർത്ത നിങ്ങളെല്ലാവരോടും ഈ സഭയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുക മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ മെത്രാഭിഷേക ശുശ്രൂഷയിൽ നമ്മുടെ മുഖ്യ അതിഥിയല്ല, നമ്മുടെ അയൽക്കാരനും നമ്മുടെ സ്വന്തവുമാണ് മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിനന്ദനായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി. അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനി ഈ ദിവസം പ്രത്യേകമായി നമുക്കായി കരുതി വച്ചിരിക്കുന്നു. പിതാവിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഈ ദിവസത്തിന് കൂടുതൽ കൃപയും നിറവും അഭിഷേകവും നൽകി. നവ അഭിഷിക്തരായി നമുക്ക് 2 മെത്രാച്ചന്മാരെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ പേരിലും മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പേരിലും സഭയെ പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള ഡോക്ടർ ജോസഫ് മാർ ബർണബാസ്, ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എന്നീ തിരുമേനിമാരുടെ പേരിലും പട്ടക്കാരുടെ പേരിലും അൽമായ നേതൃത്വത്തിൻ്റെ പേരിലും ഒക്കെയുള്ള ആശംസകൾ ഞാൻ ഈ അവസരം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മളുടെ കുര്യാക്കോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനിക്കും യൂഹാനോൻ മാർ അലക്സിയോസ് തിരുമേനിക്കും എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നതോടൊപ്പം ദൈവത്തിൻ്റെ കൃപയുടെ ശക്തീകരണവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ശുശ്രൂഷയിൽ ആദ്യോടന്തം ഉണ്ടായിരിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർദിനാൾ പദവിയിൽ 13 വർഷങ്ങൾ. അത്യഭിമന്യ മോറോൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ
കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ട് 13 വർഷങ്ങൾ പൂർത്തിയാക്കിയതിന്റെ കൃതജ്ഞതാബലി നവംബർ 24 തിരുവനന്തപുരം പട്ടം അലമന ചാപ്പലിൽ വെച്ച് അർപ്പിച്ചു. മേജർ ദിപദ്രാസനത്തിന്റെ സഹായമെത്രാൻ അഭിമന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പായും വന്യവികാരി ജനറൽമാരും മറ്റ് വൈദികരും സന്നിഹിതരായിരുന്നു. സിനഡൽ കമ്മീഷൻ മീറ്റിംഗ് നടത്തപ്പെട്ടു. സിനഡൽ കമ്മീഷൻ ഫോർ റിലീജിയസിന്റെ മീറ്റിംഗ് നവംബർ 22 സഭയുടെ ആസ്ഥാന കാര്യാലയമായ തിരുവനന്തപുരം പട്ടം കാതലിക്ക സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. സിനഡൽ കമ്മീഷൻ ഫോർ റിലീജിയസ് ചെയർമാൻ അഭിമന്യ സാമുവൽ മാർ ഐറേനസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ പ്രസംഗിച്ചു. സെക്രട്ടറി ഫാദർ ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിലോ ഐസിയും പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാരും മേരി മക്കൾ സന്യാസിനി സമൂഹം സിസ്റ്റേഴ്സ്, ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് എന്നിവർ മീറ്റിംഗിൽ പങ്കെടുത്തു. സിനഡൽ കമ്മീഷൻ ഫോർ ലേറ്റിയുടെ മീറ്റിംഗ് നവംബർ 22 കാതലിക്ക സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. സിനഡൽ കമ്മീഷൻ ഫോർ ലേറ്റി ചെയർമാൻ അഭിമന്യ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ പ്രസംഗിച്ചു. സിനഡൽ കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷന്റെ മീറ്റിംഗ് നവംബർ 22 കാതലിക്ക സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. സിനഡൽ കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷൻ ചെയർമാൻ അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ പ്രസംഗിച്ചു. കൈവപ്പ് ശുശ്രൂഷ നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസനത്തിലെ സുവിശേഷ സംഘത്തിലെ 44 അംഗങ്ങളുടെ കൈവയ്പ് ശുശ്രൂഷ നവംബർ 16 പാറശാല സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ യോസേബിയസ് മെത്രാപ്പോലീത്ത ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സുവിശേഷ സംഘ ചെയർമാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ സഹകാർമ്മികനായിരുന്നു. സുവിശേഷ സംഘ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ബെനഡിക്ട് മുഴിക്കര OIC, ജോയിന്റ് സെക്രട്ടറി സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ് DM എന്നിവർ സന്നിഹിതരായിരുന്നു. കൂദാശ ചെയ്തു. തിരുവനന്തപുരം മേജർ ദിപദ്രാസനത്തിലെ കഴക്കൂട്ടം വൈദിക ജില്ലയിലെ നവീകരിച്ച അരിശുമൂട് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിന്റെ കൂദാശ നവംബർ 15 മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ സഹകാർമ്മികനായിരുന്നു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും വൈദികരും സന്യസ്തരും അൽമായരും ശുശ്രൂഷയിൽ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ഫാദർ രാജു പരിക്കൂർ നേതൃത്വം നൽകി. പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസനത്തിൽ പുതുതായി പണികഴിപ്പിച്ച ആന്ധ്രാപ്രദേശ് ഓങ്കോൾ സെയിന്റ് മദർ തെരേസ ദേവാലയത്തിന്റെയും മലങ്കര ഭവന്റെയും കൂദാശ നവംബർ 18 പൂനെ കട്കി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ പക്കോമിയസ് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഭദ്രാസനത്തിലെ വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അതേ തുടർന്ന് മലങ്കര ഭവനിൽ വെച്ച് ആന്ധ്ര തെലങ്കാന മിഷനിലെ വൈദികരുടെയും സന്യസ്തരുടെയും മീറ്റിംഗും നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് മിഷൻ ഇൻചാർജ് ഫാദർ പോൾ വെട്ടിക്കാട്ടിൽ നേതൃത്വം നൽകി. പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസനത്തിൽ പുതുതായി പണികഴിപ്പിച്ച ആന്ധ്രാപ്രദേശ് ബാപ്പട്ല സെന്റ് പൗലോസ് ദേവാലയത്തിന്റെ കൂദാശ നവംബർ 19 അഭിമന്യ മാത്യൂസ് മാർ പക്കോമേസ് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഭദ്രാസനത്തിലെ വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. പൗരോഹിത്യ ജീവിതത്തിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഫാദർ വർഗീസ് പ്ലാവളയിലിന്റെ ഗോൾഡൻ ജൂബിലി നവംബർ 15 മാതൃ ഇടവകയായ ഏനാത്ത് സെന്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മൊറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ, അഭിമന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ, അഭിമന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത, അഭിമന്യ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പോലീത്ത എന്നിവർ സന്നിഹിതരായിരുന്നു. ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡൊമിനിക് സാവിയോ നേതൃത്വം നൽകി. താക്കോൽദാന ചടങ്ങും കൂദാശയും നടത്തപ്പെട്ടു. ബത്തേരി ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്തായുടെ സപ്തതിയുടെ ഭാഗമായി നവംബർ 17 എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനം എന്ന പദ്ധതിയിലൂടെ 3-ാം മൈൽ ദേവാലയത്തിന്റെ സ്ഥലത്ത് പൂർത്തീകരിച്ച 8 വീടുകളുടെ താക്കോൽദാന ചടങ്ങും കൂദാശയും നടത്തപ്പെട്ടു. അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങ് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം MLA ശ്രീ IC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബത്തേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ TK രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് അഭിമന്യ പിതാവിന്റെ കാർമ്മികത്വത്തിൽ 8 വൈദികർ 8 വീടുകളുടെ കൂദാശകർമ്മം നിർവഹിച്ചു. ലോഗോസ് പ്രതിഭയായി ശ്രീ ഷിബു തോമസ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായി മൂവാറ്റുപുഴ ഭദ്രാസനത്തിലെ കൊണ്ടാഴി ഇടവകാംഗമായ ശ്രീ ഷിബു തോമസ് പിണ്ണോർക്കുടിയിൽ കേരള കത്തോലിക്ക സഭയുടെ 25ാമത് അഖിലേന്ത്യാ ലോഗോസ് ക്വിസിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി.
നിര്യാതനായി. ബദനി മിശിഹാനുകരണ സന്യാസ സമൂഹം ആലുവ നവജ്യോതി പ്രൊവിൻസിലെ ഫാദർ ചാക്കോ ഫിലിപ്പ് നരിയോലി മുലിപ്പേലോ ഐസി നവംബർ 22 നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ നവംബർ 24 തിരുവല്ല അതിഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവല്ല ദേറ ബദനി ആശ്രമത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.